നമസ്കാരം. ഏതാണ് ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്? ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം പലപ്പോഴും ആളുകൾ തന്നെ പല രീതിയിൽ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. ചിലർ പറയുന്നു കഴിഞ്ഞ 3 കൊല്ലത്തെ അല്ലെങ്കിൽ 5 കൊല്ലത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ ഏതാണോ അവയാണ് ഏറ്റവും മികച്ചതത്രേ. മറ്റു ചില ആളുകളുടെ അഭിപ്രായത്തിൽ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകളാണ് ഏറ്റവും മികച്ചത്. ഇനി മികവുള്ള ഫണ്ട് മാനേജർമാരെ കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകളാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി വേറെ ചില ആളുകൾ കുറച്ചുകൂടി ആധികാരികമായിട്ടാണ് പറയുന്നത്. അതിങ്ങനെയാണ്: നമ്മൾ മുകളിൽ ഇപ്പോൾ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഒരുവിധം എല്ലാം തന്നെ ഒരു ഫണ്ടിൽ ഒന്നിച്ചു വരുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും മികച്ച ഫണ്ട്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം കൂടെ പറയാം. മറ്റൊരു തരം അഭിപ്രായം കൂടെ കേൾക്കാറുണ്ട്. അതിങ്ങനെയാണ്: ഒരു പ്രത്യേക ഫണ്ടാണ് മികച്ചത് എന്നല്ല, അതിനപ്പുറത്തേക്ക് പ്രത്യേക തരത്തിലുള്ള ഫണ്ടുകൾ, ചില പ്രത്യേക സെക്ടറിലുള്ള ഫണ്ടുകൾ, അതായത് ചിലർ പറയുന്നു മൾട്ടി ക്യാപ് ഫണ്ട്സ് ആണ് ഏറ്റവും നല്ലത്, ചിലർ പറയുന്നു ഫ്ലെക്സി ക്യാപ്പ് ആണ് ഏറ്റവും നല്ലത്, ചിലർ പറയുന്നു ഹൈബ്രിഡ് ഫണ്ട്സ് ആണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി. നമ്മളിപ്പോൾ കേട്ട കാര്യങ്ങളിലെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? ശരിക്കും ഏതാണ് ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്? ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായി ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിലവിൽ ഇന്ത്യയിൽ ഏകദേശം 45-ൽ പരം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്, അതായത് AMCകൾ അഥവാ ഫണ്ട് ഹൗസുകൾ. ഇനി വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട് 3000-ൽ പരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുമുണ്ട്. ഇനിയും പുതിയ ഒരുപാട് AMCകൾ രംഗത്തേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ പുതിയ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറയുകയുണ്ടായി 3000-ൽ പരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട് പല കാറ്റഗറികളിലായിട്ടെന്ന്. എന്താണ് ഈ പല കാറ്റഗറികൾ? പ്രധാനമായിട്ടും 4 കാറ്റഗറിയിലുള്ള ഫണ്ട്സ് ആണുള്ളത്. 1 ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, 2 ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്, 3 ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്, 4 മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇനി ഇവിടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്, തീമാറ്റിക് ഫണ്ടുകളുണ്ട്. അങ്ങനെ പോകുന്നു ക്ലാസിഫിക്കേഷൻ വീണ്ടും മുൻപോട്ട്. ഒരുവിധം എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കും ഏതാണ്ട് എല്ലാ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഉണ്ട്. അതായത് 45ഓളം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും തന്നെ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളുണ്ട്, എല്ലാവർക്കും തന്നെ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവയിൽ ഏതാണ് ഏറ്റവും മികച്ച ഫണ്ട്? അല്ലെങ്കിൽ ഇത്രയധികം ഫണ്ടുകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു മികച്ച ഫണ്ട് കണ്ടെത്തുക? ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്: ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട് എന്നൊരു സംഗതി ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും മികച്ച കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്നൊരു സംഗതിയും ഇല്ല. പിന്നെ എന്ത് സംഗതിയാണ് ഉള്ളത്? ഇതാണ്: ഓരോ വ്യക്തിക്കും യോജിച്ച മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ. എനിക്ക് യോജിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ആയിരിക്കില്ല വിക്രമന് യോജിക്കുക. ഇനി വിക്രമന് യോജിക്കുന്ന ഫണ്ട് ആയിരിക്കില്ല മൊയ്തീന് യോജിക്കുക. എന്താ കാരണം? ഇവിടെ ഞങ്ങൾ 3 പേരുടെയും ഫിനാൻഷ്യൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ DNA വ്യത്യസ്തമാണ്. ഞങ്ങളുടെ 3 പേരുടെയും മാത്രമല്ല, പൊതുവെ എല്ലാ ആളുകളുടെയും ഈ ഫിനാൻഷ്യൽ DNA വ്യത്യസ്തമാണ്. ഓരോരുത്തരും അവരവരുടെ ഫിനാൻഷ്യൽ DNAക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഫണ്ടിൽ അല്ലെങ്കിൽ ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ DNA അഥവാ ഫിനാൻഷ്യൽ പ്രൊഫൈൽ? ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന 8 കാര്യങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ഈ ഫിനാൻഷ്യൽ DNAയെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങൾക്കതിപ്പോൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഏജ് ആണ്. ഏജ് ഒരു വലിയ ഘടകമാണ്. 23 വയസ്സുള്ള ഒരാളുടെയും 54 വയസ്സുള്ള ഒരാളുടെയും ഫിനാൻഷ്യൽ DNAകൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുപോലെ രണ്ടാമതായിട്ട് പറഞ്ഞേക്കുന്നത് ഗോൾ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നിർബന്ധമായിട്ട് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആണ്. എത്ര കാലത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നാലാമത്തെ കാര്യം റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ആണ്. ഓരോ ആൾക്കാരുടെയും റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി വ്യത്യസ്തമാണ്. ചില ആൾക്കാർക്ക് അഗ്രസീവ് ആയിട്ടുള്ള റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും, ചില ആൾക്കാരുടേത് മോഡറേറ്റ് ആയിരിക്കും, ചില ആൾക്കാരുടേത് കൺസർവേറ്റീവ് ആയിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം കണ്ടോ, ലെവൽ ആൻഡ് സോഴ്സസ് ഓഫ് ഇൻകം. ഇൻകത്തിന്റെ ലെവൽ, എത്രത്തോളം ഇൻകം ഉണ്ട്, അതുപോലെ ഇൻകത്തിന്റെ സോഴ്സ് എന്താണ്.
ഇപ്പോൾ സാലറി ഒക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവർ റെഗുലർ ഇൻകം ഉള്ള ആൾക്കാരാണ്. അതുപോലെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അത്രയും റെഗുലർ ആയിട്ട് ഇൻകം ഉണ്ടാവണമെന്നില്ല. ഇനി ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്, അവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക എന്നുള്ളത്, അതിന്റെ വലിപ്പം. രണ്ടാമത്തെ കാര്യം, SIP ആണോ അതോ ലംസമാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി ഏഴാമത്തെ കാര്യം എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിലവിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റുകളാണ് നിങ്ങൾക്ക് ഉള്ളത്? നിങ്ങൾക്ക് FD ആയിരിക്കും ഉള്ളത്, RD ആയിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് വിചാരിച്ച് ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ചില ആൾക്കാർക്ക് നിലവിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ തന്നെ ഉണ്ടാവും. എട്ടാമത്തെ സംഗതി ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. ആ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യലി എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അയാളെ ആശ്രയിച്ചിരിക്കുന്ന എന്തൊക്കെ സാമ്പത്തിക കാര്യങ്ങളാണ് അയാളുടെ വീട്ടിലുള്ളത്, അല്ലെങ്കിൽ അയാളുടെ ചുറ്റുവട്ടത്തുള്ളത്, അയാളുടെ മറ്റ് സാഹചര്യങ്ങളിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വിക്രമന്റെ ഒരു ഉത്തരവാദിത്വമാണ് സഹോദരിയുടെ വിവാഹം എന്ന് പറയുന്നത്. മൊയ്തീന്റെ ഉത്തരവാദിത്വമാണ് അനുജന്റെ പഠനം. അങ്ങനെ പല ആൾക്കാർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോഴാണ്, ഈ 8 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഒരാളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ തയ്യാറാക്കുക. ഇനി ചില ആൾക്കാരുടെ കേസിൽ കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടി വരാറുണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ DNA, ഫിനാൻഷ്യൽ പ്രൊഫൈൽ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് അയാൾക്ക് ഏതു തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണ് അല്ലെങ്കിൽ ഫണ്ടുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ഫണ്ട് എന്നല്ല, ഏത് തരത്തിലുള്ള ഫണ്ടുകളാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ വിക്രമന്റെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ട് മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ മൊയ്തീന്റെ ഫിനാൻഷ്യൽ പ്രൊഫൈൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് വേണം, ഒരു സ്മാൾ ക്യാപ്പ് ഫണ്ട് വേണം, അതുപോലെ ഒരു ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടും കൂടെ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി വേണ്ടത് ഇതാണ്, അതായത് വിക്രമന് ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ടാണ് വേണ്ടത് എന്ന കാര്യം നമ്മൾ കണ്ടെത്തി. ഇനി ഏത് മൾട്ടി ക്യാപ്പ് ഫണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടത്? ഇന്ത്യയിൽ 40-ലധികം മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിലേതാണ് സെലക്ട് ചെയ്യേണ്ടത്? അവിടെയും കാര്യം സിമ്പിൾ ആണ്. വിക്രമന്റെ ഫിനാൻഷ്യൽ പ്രൊഫൈലിന് യോജിച്ച മൾട്ടി ക്യാപ്പ് ഫണ്ട് സെലക്ട് ചെയ്യുക. മൊയ്തീന്റെ ഫിനാൻഷ്യൽ പ്രൊഫൈലിന് യോജിച്ച ലാർജ് ആൻഡ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ബാലൻസ്ഡ് അഡ്വാൻറ്റേജും സെലക്ട് ചെയ്യുക. ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതായത് ഫണ്ടിന്റെ ട്രാക്ക് റെക്കോർഡ്, 1 കൊല്ലത്തെ, 3 കൊല്ലത്തെ, 5 കൊല്ലത്തേക്ക് പെർഫോമൻസ് നമുക്ക് നോക്കാം. പക്ഷെ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം, പാസ്റ്റ് പെർഫോമൻസിന്റെ അതേപോലെ തന്നെ ഫ്യൂച്ചറിലും പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുപോലെ റിട്ടേൺ കമ്പയർ ചെയ്യാം എന്തുമായിട്ട്? ബെഞ്ച് മാർക്കുമായിട്ട്. അതുപോലെ തന്നെ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ്, എക്സ്പെൻസ് റേഷ്യോ, AMCയുടെ റെപ്യൂട്ടേഷൻ, അതുപോലെ ഈ ഫണ്ടിന് നിലവിൽ എത്രത്തോളം AUM ഉണ്ട്. എന്താ AUM? അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. അപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ, ഫോർ എക്സാമ്പിൾ വിക്രമന് യോജിക്കുന്ന മൾട്ടി ക്യാപ്പ് ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ റിസ്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് എടുത്താലാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുക? ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് തന്നെ കണ്ടുപിടിക്കുകയും വേണം. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. ആൽഫ, ബീറ്റ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഷാർപ്പ് റേഷ്യോ തുടങ്ങിയ സയന്റിഫിക് ടൂൾസ് ഉപയോഗിച്ചാണ് റിസ്ക് മെഷർ ചെയ്യുക. ഞാൻ ഈ ടേംസ് എല്ലാം പറഞ്ഞ് പേടിപ്പിക്കുവാണെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ, അതായത് ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ 2ാം ഭാഗം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും. അതായത് ഒരാളുടെ ഒരു കേസിൽ, ഒരു കേസ് സ്റ്റഡി ആയിട്ട് അയാൾക്ക് യോജിക്കുന്ന ഫണ്ട് കണ്ടെത്തുന്നത് നമ്മൾ വ്യക്തമായിട്ട് പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ പ്രൊഫൈലിന് യോജിച്ച ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ കണ്ടെത്തി അതിലേക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.